ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. ലൈവിൽ നമ്മുടെ വൈൽഡ് കാർഡുകൾ അനീഷിനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുമ്പ് തന്നെ ഹൌസിലുള്ള കണ്ടസ്റ്റൻസ് കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന വൈൽഡ് കാർഡ്സിൽ ആരാണ് ഏറ്റവും അധികം നമ്മുടെ ഉള്ളിലുള്ള മത്സരാർത്ഥിയെ ടാർഗറ്റ് ചെയ്യുന്നത്, അവർ തന്നെ ആയിരിക്കും പുറത്ത് ഏറ്റവും അധികം ജനപിന്തുണയുള്ള മത്സരാർത്ഥി. അതുകൊണ്ടാണ് പുറത്തു നിന്ന് വന്ന വൈൽഡ് കാർഡ് അകത്തുള്ള മത്സരാർത്ഥിയെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്ത് പുകച്ചു പുറത്ത് ചാടിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് വന്നവർ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അനീഷിനെ ഒരു കാരണവശാലും അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യരുത്. അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അനീഷ് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉറപ്പായിട്ടും അനീഷിന് കാരണം മനസ്സിലാകും. അതായത് പുറത്ത് ഏറ്റവും അധികം സപ്പോർട്ട് ഉള്ളത് അനീഷിന് തന്നെയാണ് എന്ന്. അപ്പൊ നമ്മുടെ പ്രവീണും മസ്താനിയും രാവിലെ തൊട്ട് ഇത് തന്നെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അനീഷും ഷാനവാസും അതുപോലെ തന്നെ ലക്ഷ്മിയും തമ്മിലുള്ള ഫൈറ്റിലാണെങ്കിൽ കൂടി അനീഷ് ഇടപെടുന്ന സമയത്ത് അവിടെ മസ്താനി പറയുന്നുണ്ട്, കണ്ടോ അവൻ അവന്റെ സ്വഭാവം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ഇവിടെ കളിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ നമ്മുടെ അക്ബറിനെ അവിടെ ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞ സമയത്ത് അനീഷ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അനീഷിന്റെ പേരായിരിക്കും പറയുന്നത് എന്ന്. അപ്പോഴും അവിടെ ആരും അനീഷിന്റെ പേര് പറഞ്ഞതേയില്ല. ഇത് വലിയൊരു അടി തന്നെയായിരുന്നു ആ സമയത്ത് അനീഷിന്. എന്നുണ്ടെങ്കിൽ പോലും അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതുവരെയായിട്ടും അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിന്റെ പ്രധാന കാരണം അനീഷിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുണ്ട് എന്നുള്ളത് അനീഷ് ഒരിക്കലും മനസ്സിലാക്കരുത് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇനി അനീഷിനെതിരെയായിരിക്കും പലരും സൈലന്റ് ആയിട്ട് അറ്റാക്കുകൾ നടത്താൻ ശ്രമിക്കുന്നത്. എന്തായാലും അനീഷിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അനീഷിന്റെ ഗെയിമിംഗ് സ്ട്രാറ്റജികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.